ഇതൊരു ഉത്സവമാണ്. ഇന്നത്തെ ദിവസം വൈത്തിരിയിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു. PMA ഗഫൂറിന്റെ നല്ല അടിപൊളി ഒരു സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും വൺസ് അപ്പോൺ എ ടൈം അന്നൊരിക്കൽ എന്നൊരു ക്യാപ്ഷനോട് കൂടി ഈ വിദ്യാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയ മുഴുവൻ അവരെല്ലാം ഒന്നിച്ച് കാണാനും ഇങ്ങനെ ഒരു സംഗമം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞതിൽ വൈത്തിരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിച്ചതിന് പണ്ട് കാലം മുതലേ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സാഹചര്യം. നമ്മുടെ തറവാടിന്റെ മുറ്റത്ത് തൊട്ട നിമിഷമില്ലേ, ആ നിമിഷം അതിന്റെ പുളകം നമ്മുടെ തറവാടിന്റെ മുറ്റം ഒരു കാലത്തും മറക്കില്ല. നീ അത് മറക്കും, തറവാടത് മറക്കില്ല. ഞങ്ങൾ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നായ വൈത്തിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തിരുമുറ്റത്താണുള്ളത്. ഞങ്ങള് കൂട്ടുകാർ 1984 ഈ വിദ്യാലയത്തിൽ നിന്നും SSLC പരീക്ഷ എഴുതി പുറത്തുപോയ ആളുകളാണ്. ഈ വിദ്യാലയം എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ച ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക്, ഞങ്ങളെ ജീവിതം പഠിപ്പിച്ച ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക് ഞങ്ങൾ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഞങ്ങൾ വീണ്ടും വൺസ് അപ്പോൺ എ ടൈം അന്നൊരിക്കൽ എന്നൊരു ക്യാപ്ഷനോട് കൂടി ഈ വിദ്യാലയത്തിൽ നിന്നും പുറത്തിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മെഗാ സംഗമം ഇന്നിവിടെ സംഘടിപ്പിച്ചു. എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കുറേ ആളുകൾ വന്നു. എല്ലാവരും അവരുടെ ഓർമ്മകളൊക്കെ പുതുക്കി വളരെ സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഉള്ളത്. എല്ലാവർക്കും അഭിനന്ദനം. വളരെയേറെ സന്തോഷമുണ്ട് വൈത്തിരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിച്ചതിന്. കാരണം ഇതൊരു കൂട്ടായ്മയാണ്, ഒത്തുചേരലാണ്. പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്നവരും എത്രയോ വർഷങ്ങൾ മുമ്പുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇവിടെ വളരെ സ്നേഹത്തോടെ ആ പഴയ മുഖങ്ങളെല്ലാം കണ്ട് പഴയ കാര്യങ്ങളെല്ലാം കൊണ്ട് നല്ലൊരു സന്ദേശമാണ് ഇവിടെ നിന്ന് നൽകിയിരിക്കുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ പരിപാടിക്ക് എന്ന് മാത്രം പറയുകയാണ്. വളരെ സന്തോഷം. ഒരു അസുലഭ മുഹൂർത്തത്തിനാണ് ഇന്ന് ഈ വിദ്യാലയം സാക്ഷ്യം വഹിക്കുന്നത്. പണ്ട് കാലം മുതലേ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സാഹചര്യം. പഴയകാല സ്മരണകളൊക്കെ അയവിറക്കുന്നതിനും തൻ്റെ പഴയ സുഹൃത്തുക്കളെ പരിചയപ്പെട്ട് ഓർമ്മകൾ പുതുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വേദി ഒരുക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ വളരെയേറെ ത്യാഗം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പ്രയത്നിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്കൂൾ വൈത്തിരി സ്കൂൾ തുടങ്ങിയ കാലം മുതലുള്ള ഇന്ന് വരെ ഇവിടെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, മെഗാ സംഗമമാണ്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം. എല്ലാ ആളുകളും അവരുടെ കുട്ടികളും പേരമക്കളൊക്കെ ആയിട്ട് വളരെ വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പല ദിക്കിലുമാണ്, പല രാജ്യങ്ങളിലാണ്. കുറെ ആളുകള് വലിയ രീതിയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പരിപാടിക്ക് വന്ന് പങ്കെടുത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ഉത്സവമാണ്. ഇന്നത്തെ ദിവസം വൈത്തിരിയിൽ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു. PMA ഗഫൂറിന്റെ നല്ല അടിപൊളി ഒരു സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് എന്നുള്ളത്. വൈത്തിരിയുടെ അഭിമാനമായ എന്നും തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഞങ്ങളുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഹൈസ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പഠിച്ച എല്ലാ കുട്ടികളെയും ഇന്ന് എല്ലാവരും വലിയ ആളുകളാണ്. എല്ലാവരും പല ഭാഗത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെല്ലാം ഒന്നിച്ച് കാണാനും ഇങ്ങനെ ഒരു സംഗമം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞതിൽ, എല്ലാവരും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സ്നേഹം, നന്ദി. എന്നും ആ സ്നേഹം നിലനിൽക്കട്ടെ. പ്രിയമുള്ളവരെ, വലിയൊരു ആവേശത്തിലും അതുപോലെ തന്നെ നല്ലൊരു സന്തോഷത്തിലും കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത് ഇവിടെ. 2023-24 വർഷം ഞങ്ങൾ ആഗ്രഹിച്ച, ഞാൻ അന്ന് ഇവിടുത്തെ സ്കൂളിലെ PTA പ്രസിഡന്റായിരുന്നു. അന്നത്തെ അധ്യാപകരും കൂടെ ഇരുന്ന് ആലോചിച്ചൊരു ഉത്സവമാണ് ഇന്ന് ഇവിടെ 2026 പൂർത്തീകരിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും ജനപങ്കാളിത്തവും അതുപോലെ തന്നെ 53 കാലഘട്ടത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഈ 2026 വരെയുള്ള വിദ്യാർത്ഥികളോട് പങ്കെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി ഇവിടെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ സമയം 2:30 മണി 3 മണി ആവുന്നതിൻ്റെ അടുത്ത് തന്നെ ഇത്രയും നല്ലൊരു കാര്യങ്ങൾ 2 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു 100% പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ഞങ്ങളുടെ മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ നല്ല വിലപ്പെട്ട സമയങ്ങളാണ്. ഈ ഒരു വൈകുന്നേരം 5 മണിയോട് കൂടി ഞങ്ങളിത് പിരിയുന്നതിന് മുമ്പ് എന്തെല്ലാം തരത്തിലുള്ള എങ്ങനെയൊക്കെയാണോ ഇത് വർണ്ണാഭമാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട്
ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ അധ്യാപകർ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴുള്ള നല്ല മിടുക്കരായിട്ടുള്ള അധ്യാപകരാണ് ഇപ്പോൾ ഇവിടെ സ്കൂളിലുള്ളത്. നമ്മൾ വൺസ് അപ്പോൺ എ ടൈം എന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മൾ ഒരു 4-5 മാസം മുമ്പ് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. ഇത്രത്തോളം വിജയമാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഏകദേശം ഒരു 975 ശേഷമുള്ള ഒരുപാട് ബാച്ചുകാർ ഇവിടെ സംഗമിക്കുകയും മികച്ച രീതിയിലുള്ള ഒരു പ്രോഗ്രാമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ മുന്നേറ്റത്തിനും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ജനസ്വീകാര്യത വീണ്ടെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും മികച്ച ഒരു പരിപാടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. താങ്ക് യു. പാച്ചു മുത്തശ്ശന്റെ മനസ്സിൽ വളർന്നിട്ടേയില്ല. പാച്ചു ഇപ്പൊ MBBS പഠിക്കുന്ന, പക്ഷെ അതൊന്നും മുത്തശ്ശന് പ്രശ്നമല്ല. പാച്ചുവിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് മുത്തശ്ശൻ പാടുന്ന പാട്ടാണ്. ആ പാട്ടിലൊരു വരിയുണ്ട്, അവരുടെ തറവാടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പാച്ചു കളിച്ച് വളർന്ന തറവാടിനെ കുറിച്ച്. അതിലൊരു വരി ഇങ്ങനെയാണ്, ആ വരിയാണ് ഞാൻ ആലോചിച്ചത്. കിലുങ്ങുന്നിതറകൾ തോറും, കിലുങ്ങുന്നിതറകൾ തോറും